എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ജനുവരി 30, 1937. ഒരു ദിവസത്തെ ധ്യാനം. ദൈവിക മഹത്വം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ച് അവിടുന്ന് ഞാൻ ആനന്ദം കൊള്ളുന്നു. എൻ്റെ അന്തരാത്മാവിൽ ഞാൻ അവിടുന്നുമായി അനവരതം ഒന്നുചേരുന്നു. എൻ്റെ ആത്മാവിലാണ് ദൈവിക സാന്നിധ്യം ഞാൻ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നത്. ധ്യാന സമയത്ത് ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു: മകളെ, എൻ്റെ തിരുവിഷ്ടത്തിന് നിന്നെ തന്നെ ക്ഷമാപൂർവ്വം പരിപൂർണമായി സമർപ്പിക്കുന്നത് വഴി നീ എനിക്ക് വലിയ മഹത്വം നൽകുകയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹങ്ങളും വഴി നീ ആർജിച്ചെടുക്കുന്നതിനേക്കാൾ ഉന്നതമായ മഹിമ നിനക്കായി സമ്പാദിക്കുകയും ചെയ്യുന്നു. മകളെ, നിന്റെ മനസ്സിനെ എൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ അർപ്പിക്കുന്നത് വഴി എൻ്റെ പ്രത്യേകമായ സംപ്രീതി നീ നിനക്കായി സമാർജിക്കുന്നുവെന്ന് അറിയുക. നിന്റെ മനസ്സിൻ്റെ ഈ ബലിയർപ്പണം എനിക്ക് പ്രീതികരവും മാധുര്യം നിറഞ്ഞതുമാണ്. ഞാനതിൽ വളരെയധികം ആനന്ദം കൊള്ളുന്നു. അതിന് വലിയ ശക്തിയുണ്ട്. പ്രത്യേക ആത്മശോധന. പഴയത് തന്നെ തുടരുന്നു. കരുണാധരനായ ഈശോയോട് എന്നെ തന്നെ ഐക്യപ്പെടുത്തുക. പരിശീലനം. ആന്തരിക നിശബ്ദത, മൗനം കർശനമായി പാലിക്കുക. ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളെ ക്രൂശിതനായ ഈശോയുടെ നിശബ്ദ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിക്കും. ആ കരുണാദ്ര ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹജ്വാലയിൽ യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ആത്മധൈര്യവും കൊണ്ട് എന്നെ നിറയ്ക്കും. ഈ തണുപ്പ് കാലത്ത് ഒരു അസാധാരണ സംഭവമുണ്ടായി. ഒരു കുഞ്ഞു കുയിൽ പക്ഷി എൻ്റെ ജനാലയിൽ വന്നിരുന്നു. വളരെ മാധുര്യത്തോടെ പാടിക്കൊണ്ടിരുന്നു. അവിടെ ആരെങ്കിലും കുയിലിനെ വളർത്തുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവിടെ എങ്ങുമില്ലായിരുന്നു. അടുത്തുള്ള വാർഡുകളിലും ഉണ്ടായിരുന്നില്ല. മറ്റൊരു രോഗിയും ഒരു പ്രാവശ്യം മാത്രം ഇത് ശ്രമിച്ചു. മഞ്ഞ് പെയ്ത് തണുത്ത് മരവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുയിലിന് ഇവിടെ വന്ന് സ്വരമാധുര്യത്തോടെ പാടുവാൻ സാധിച്ചുവെന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഓ ഈശോയെ, നിരാലംബരായ പാപികളോട് എനിക്ക് വളരെയധികം അനുകമ്പ തോന്നുന്നു. ആഴമായ അനുതാപവും പരിപൂർണമായ മാനസാന്തരവും അവർക്ക് നൽകണമേ. അങ്ങയുടെ അതിദാരുണമായ പീഡകളെ അനുസ്മരിക്കണമേ. അങ്ങ് വളരെയധികം വിലമതിക്കുന്ന ഈ ആത്മാക്കളിൽ ഒന്നുപോലും നശിച്ചു പോകുന്നത് അങ്ങയുടെ കരുണാദ്ര ഹൃദയത്തിന് താങ്ങുവാൻ കഴിയുന്നതല്ലെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, പാപികളുടെ ആത്മാക്കളെ എനിക്ക് നൽകണമേ. അങ്ങയുടെ കരുണ അവരിൽ ആവസിക്കട്ടെ. എന്നിൽ നിന്ന് എല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. പകരം എനിക്ക് ആത്മാക്കളെ തരണമേ. പാപികൾക്കായി ബലിയർപ്പിക്കപ്പെട്ട ഒരു തിരുവോസ്തിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശരീരം ഈ ആത്മാർപ്പണത്തെ മറച്ച് സൂക്ഷിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയവും ഒരു ഓസ്തിയിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. എങ്കിലും അങ്ങ് അനവരതം ജീവിക്കുന്ന ഒരു ബലിവസ്തുവാണല്ലോ. ഓ ഈശോയെ, എന്നെ അങ്ങിലേക്ക് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങേക്ക് പ്രീതികരമായ ജീവനുള്ള ബലിവസ്തുവായി തീരട്ടെ. ഓരോ നിമിഷവും നിരാലംബരായ പാപികൾക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അരൂപിയുടെ ഈ ബലിയർപ്പണം എൻ്റെ ശരീരമാകുന്ന മറകളാൽ ഒളിക്കപ്പെട്ടതാണ്. മാനവ നേത്രങ്ങൾക്കത് തീർത്തും അഗോചരമാണ്. അതിനാൽ അത് പരിശുദ്ധവും അങ്ങേക്ക് പ്രീതികരവുമായിരിക്കും. ഓ എൻ്റെ സൃഷ്ടാവേ, അനന്ത കരുണയുടെ പിതാവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങ് നന്മസ്വരൂപനാണല്ലോ. ആത്മാക്കൾ അങ്ങേ ഭയപ്പെടാതെ അങ്ങിൽ ആശ്രയിക്കട്ടെ. എന്തെന്നാൽ ദൈവം നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം നിത്യം നിലനിൽക്കുന്നതാണ്. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമേ, നമ്മൾ പരസ്പരം അറിയുന്നുവല്ലോ. അതെ, ഇപ്പോൾ ഞാൻ അങ്ങയെയാണല്ലോ എൻ്റെ ഹൃദയമാകുന്ന കൊച്ചു സക്രാരിയിൽ അതിഥിയായി സ്വീകരിക്കുന്നത്. എന്നാൽ ലോകാരംഭത്തിന് മുമ്പ് എനിക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ സ്വന്തം വസതിയിലേക്ക് സമയത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ അങ്ങ് വിളിച്ചു കൊണ്ടുപോകുമല്ലോ. ഓ ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഞാൻ എന്താണ്? എനിക്ക് തീർത്തും അജ്ഞാതമായ ഒരു ലോകത്തിലേക്ക് ദൈവം എന്നെ നയിക്കുന്നു. അവിടുത്തെ കൃപാമഹത്വം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഞാൻ ഭയചകിതയായി എൻ്റെ ആത്മീയ പിതാവ് ഈ കൃപാവരങ്ങൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്ന് ഉറപ്പ് തരുന്നതുവരെ ഈ പ്രസാദവരത്തിനായി എന്നെ പൂർണ്ണമായും ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരവസരത്തിൽ ദൈവിക സാന്നിധ്യം എന്നെ മുഴുവനും ഗ്രസിച്ചു. ദൈവിക സത്തയുടെ നിഗൂഢതകളിലേക്ക് എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചു. അവിടുത്തെ ആന്തരിക ജീവൻ ഗ്രഹിക്കുവാനായി എൻ്റെ ബുദ്ധിയിൽ പ്രകാശം വീശി. അരൂപിയിൽ 3 ദൈവിക ആളുകളെയും ഞാൻ ദർശിച്ചു. എന്നാൽ സത്തയിൽ അവർ ഒന്നായിരുന്നു. അവിടുന്ന് ഏകനാണ്, എന്നാൽ 3 ആളുകളാണ്. ആരും മറ്റൊരാളേക്കാൾ വലുതോ ചെറുതോ അല്ല. ദൈവിക പരിശുദ്ധിയിലും തനതായ സൗന്ദര്യത്തിലും യാതൊരു വ്യത്യാസവുമില്ല. അവർ ഒന്ന് തന്നെയാണ്. അവർ പൂർണ്ണമായും ഒന്നാണ്. അവിടുത്തെ സ്നേഹം ഈ അറിവ് എന്നിലേക്ക് പകർന്നു തന്നു. എന്നെ അവിടുന്നായി
ഐക്യപ്പെടുത്തി. ഞാൻ ഒരാളുമായി ഐക്യപ്പെടുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുമായി തുല്യമായി ഒരാളോടെന്ന പോലെ ഐക്യപ്പെടുന്നു. വാസ്തവത്തിൽ ഒരാളുമായി ഐക്യപ്പെടുമ്പോൾ മൂന്നാളുമായാണ് ഐക്യപ്പെടുന്നത്. അവരുടെ മനസ്സൊന്നാണ്. ഒരു ദൈവം മാത്രമാണ് അവിടുന്നിൽ മൂന്നാളുകൾ. മൂന്നാളുകളിൽ ഒരാളുമായി ഒരാത്മാവ് ബന്ധപ്പെടുമ്പോൾ ആ ആത്മാവ് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ആനന്ദപ്രവാഹത്തിൽ തന്നെ ആമഗ്നയാകുന്നു. വിശുദ്ധർ സ്വർഗത്തിൽ അനവരതം നുകരുന്ന ആനന്ദം തന്നെ. ഈ ആനന്ദം തന്നെയാണ് എല്ലാ സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതും എല്ലാ സൃഷ്ടികൾക്കും ചൈതന്യം നൽകി പുനർജീവിപ്പിക്കുന്നതും ജീവൻ പ്രദാനം ചെയ്യുന്നതും ഇത് തന്നെയാണ്. അവർണ്ണനീയമായ ഒരു സ്വർഗീയ ആനന്ദാനുഭൂതി ഈ നിമിഷങ്ങളിൽ എൻ്റെ ആത്മാവ് അനുഭവിച്ചിരുന്നു. അപ്പോൾ ഈ വാക്കുകൾ പറയപ്പെടുന്നതായി ഞാൻ കേട്ടു: നിന്നെ എൻ്റെ മണവാട്ടിയായി എനിക്ക് വേണം. ഭയം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. എന്നാൽ പിന്നീട് ഇത് ഏത് തരത്തിലുള്ള വിവാഹമായിരിക്കുമെന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ഭയം എൻ്റെ ആത്മാവിനെ ഗ്രസിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ഒരു ശക്തി സമാധാനമായി എന്നിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ തന്നെ പൂർണ്ണമായ ഇഷ്ടപ്രകാരം നിത്യവ്രതം അനുഷ്ഠിച്ചവളാണ് ഞാൻ. അതിനാൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും തുടർന്നും ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇത് വളരെ പ്രത്യേകമായ ഒരു ദൈവകൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ദൈവാനുഭവത്തിൽ മയങ്ങിപ്പോകുന്നു. എന്നാൽ ഈ മയക്കത്തിലും മനസ്സിൽ ദൈവിക പ്രകാശം ലഭിക്കുന്നതിനാൽ അത് കൂടുതൽ വ്യക്തമായിത്തീരുന്നു. ദൈവവുമായി ഐക്യത്തിലാകുമ്പോൾ അളവില്ലാത്ത ആനന്ദത്തിൽ ഞാൻ മയങ്ങുന്നു. മനസ്സ് പ്രകാശപൂർണവും യാതൊരുവിധ നിഴലുകളുമില്ലാതെ വ്യക്തതയുള്ളതും ആയിത്തീരുന്നു. ഈ എളിയ സൃഷ്ടിയോടൊത്ത് വസിക്കാൻ ദൈവമേ, അങ്ങ് അവിടുത്തെ മഹത്വത്തിൽ നിന്ന് താണിറങ്ങുന്നു. ഓ ദൈവമേ, അങ്ങയോട് ബന്ധപ്പെടുവാൻ എന്നെ പ്രാപ്തയാക്കുന്ന ഈ വലിയ കൃപയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, അങ്ങേ നാമമാണ് എൻ്റെ ആനന്ദം. വളരെ ദൂരെയായിരിക്കുന്ന ഇപ്പോൾ തന്നെ എൻ്റെ പ്രിയൻ്റെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ലഭിക്കുന്നു. അവൻ്റെ ആശ്ലേഷത്തിൽ അവന് വേണ്ടിയുള്ള ദാഹത്താൽ ക്ഷീണിതയായ എൻ്റെ ആത്മാവ് വിശ്രമം കൊള്ളുന്നു. അവനെ കൂടാതെ എനിക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? അവനെ കൂടാതെയുള്ള മഹോന്നതമായ സ്വർഗീയ ആനന്ദങ്ങളെക്കാൾ അവനോടൊപ്പം സഹിക്കുവാനും കഷ്ടപ്പെടുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.